രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയമാണ്. 155ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് പിന്നെ നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ രാധയുടെ പ്രണയം കിട്ടും. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതി കിട്ടും. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കേൾക്കുക. അതല്ല, ചിലർ എന്നോട് നേരിട്ട് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞാൻ കൊല്ലത്തുള്ളതാണ്. നിങ്ങൾ കൊല്ലത്ത് വന്നാൽ മതി. ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. പിന്നെ അതുകൂടാതെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അത് നിങ്ങൾ കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ 9645333999 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിശ്ചയമായും മറുപടി കിട്ടും. തികച്ചും സൗജന്യമായിരിക്കും. അതുകൂടാതെ അതിനകത്ത് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അറിയേണ്ടവ, ഭക്തമീരയുടെ കഥ, അതേ കണക്ക് തന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ, മീരയുടെ കഥ, കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ, നിരവധി പ്രയോജനം നൽകുന്ന ഷോർട്ട് വീഡിയോസ്, പിന്നെ രാധിക കവചൻ 2 ഉണ്ട്. അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഉടൻ തന്നെ അതീവ ഗൂഢമായ 2ാമത്തെ രാധാ സഹസ്രനാമം നമ്മുടെ പ്രിയങ്കരിയായ അൽബ പാടി ഇടുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ ചാലിസ ഉണ്ട്, അത് പ്രത്യേകം പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹനുമാൻ ചാലിസ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി
രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പൊ നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാനെങ്ങനെ രാധാഭക്തനായി എന്ന വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ 96453339 ഒരു മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് രാധാറാണി അവതാരമെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. രാധാറാണി സ്ഥിരം ഗോലോകത്ത് വസിക്കുന്ന ആളാണ്. പ്രണയത്തിൻ്റെ പ്രതീകമാണ്. കൃഷ്ണന്റെ ക്ലാദിനി ശക്തിയാണ്. എന്നിട്ടും രാധാറാണി ഗോലോകത്തേക്ക് വരേണ്ടി വന്നു. എന്താണ് അതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് രാധാറാണി ഗോലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വന്നത്? ഇതിനെക്കുറിച്ച് പല പല കഥകളുമുണ്ട്. പക്ഷേ ഞാൻ തികച്ചും വ്യത്യസ്തമായൊരു കഥയാണ് പറയാൻ പോകുന്നത്. ചിലരൊക്കെ കേട്ട് കാണുമായിരിക്കും. നൃഗ രാജാവിൻ്റെ പുത്രനായ സുചന്ദ്രൻ, അദ്ദേഹം ഒരു ചക്രവർത്തിയായിരുന്നു. നൃഗ രാജാവിൻ്റെ പുത്രനായ സുചന്ദ്രൻ ഒരു ചക്രവർത്തിയായിരുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ ആര്യമാവ്, പൂർവ്വ പിതൃക്കളാണ്, ആര്യമാവിന് 3 മാനസ കന്യകമാര് ജനിച്ചു. ആ കന്യകമാരുടെ പേര് 1 കലാവതി, 2 രത്നമാല, 3ാമത്തത് മേനക എന്നാണ്. ഇതിൽ കലാവതിയെയാണ് സുചന്ദ്രൻ വിവാഹം ചെയ്തത്. നമ്മുടെ രത്നമാലയെ വിദേഹ രാജാവ് വിവാഹം ചെയ്തു. മേനകയാകട്ടെ ഹിമവാനാണ് വിവാഹം ചെയ്തത്. അങ്ങനെ രത്നമാലയില് വിദേഹ രാജാവിന് സീത ജനിക്കുകയാണ്. മേനകയിലാകട്ടെ ഹിമവാന് പാർവതി ജനിക്കുകയാണ്. പക്ഷെ സുചന്ദ്രനും കലാവതിയും കൂടെ ചേർന്ന് ഗോമതി തീരത്ത് നൈമിഷാരണ്യത്തിലേക്ക് പോവുകയും അവിടെ അവർ രണ്ടുപേരും കൂടെ ബ്രഹ്മാവിനെ കഠിനമായി തപസ് ചെയ്യുകയും ചെയ്തു. ഒടുവിൽ ആര് പ്രത്യക്ഷപ്പെട്ടു? ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ബ്രഹ്മാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുചന്ദ്രൻ പറഞ്ഞു, ദിവ്യവും പരമവുമായ മോക്ഷം എനിക്ക് ലഭിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കലാവതിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. കലാവതി ബ്രഹ്മാവിനോട് പറഞ്ഞു, നോക്കൂ ബ്രഹ്മാവേ, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവാണ് അവൾക്ക് ഏറ്റവും ശ്രേഷ്ഠം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദേവതയും ദേവനും എല്ലാം എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവിന് മുക്തി ലഭിച്ചാൽ അദ്ദേഹം എന്നെ ഇട്ടിട്ടങ്ങ് പോവുകയാണ്. അപ്പൊ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ? ബ്രഹ്മാവേ, ഇദ്ദേഹമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സുചന്ദ്രനില്ലാതെ ഞാൻ ജീവിക്കില്ല. അവിടുന്ന് സുചന്ദ്രന് മോക്ഷം കൊടുത്താൽ ഞാൻ ആ നിമിഷം മരിച്ചു പോകും. കാരണം ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ എൻ്റെ ഭർത്താവിൽ നിന്ന് അങ്ങ് ഭർത്താവിന് മോക്ഷം കൊടുത്ത് വേർപെടുത്തുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ വെടിയുന്നതിന് മുമ്പ് ബ്രഹ്മാവേ അങ്ങയെ ശപിക്കും. ബ്രഹ്മാവ് പെട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? സുചന്ദ്രന് വരം കൊടുക്കാമെന്നും പറഞ്ഞു. വരം കൊടുത്താൽ ശപിച്ചു കളയും എന്ന് ആരും പറയുന്നു. നമ്മുടെ വരം കൊടുത്താൽ ശപിച്ചു കളയുമെന്ന് നമ്മുടെ പിന്നെ ഈ കലാവതിയും പറയുന്നു. അതോടെ ബ്രഹ്മാവിന് എന്ത് ചെയ്യണമെന്നറിയാതെ ബ്രഹ്മാവ് ആകപ്പാടെ വിഷമിച്ചു പോയി. ഈ സമയത്ത് ബ്രഹ്മാവിന് ഉരുകി നിൽക്കുന്ന ബ്രഹ്മാവിനോട് അശരീരി പോലെ രാധാജി ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നോക്കൂ, എൻ്റെ വരം ഒരിക്കലും പാഴാകില്ല. കാരണം ഞാൻ വരം കൊടുത്തുപോയി. തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്തുകൊള്ളൂ. നിങ്ങൾ രണ്ടുപേരും സ്വർഗത്ത് വരിക. അവിടെ ഇരുന്ന്
രണ്ടുപേരും സ്വർഗീയ സുഖം അനുഭവിക്കണം. എന്നിട്ട് ദ്വാപരയുഗത്തിൻ്റെ അവസാനം വരുമ്പോൾ നമ്മുടെ ഭാരതത്തില് ഗംഗയുടെയും യമുനയുടെയും ഇടയിലായിട്ട് നിങ്ങൾ ജനിക്കും. നിങ്ങൾ രണ്ടുപേരും ജനിക്കും. ആ സമയത്ത് നിങ്ങൾ ജനിക്കുന്ന സമയത്ത്, അപ്പോൾ ഓർക്കുക, നിങ്ങൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനമാണ്, ഗംഗയുടെയും യമുനയുടെയും ഇടയിലാണ് ജനിക്കുന്നത്. ആ സമയത്ത് പരിപൂർണനായ സമ്പൂർണ്ണ അവതാരമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയയായ പരമപ്രിയയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീരാധ നിങ്ങളുടെ മകളായി ജനിക്കും. ആ ജന്മത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു മുക്തി ലഭിക്കുകയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗോലോകത്തേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, എന്തു പറയുന്നു? അപ്പോൾ ഈ രണ്ടുപേർക്കും സുചന്ദ്രനും കലാവതിക്കും എന്ത് ചെയ്തു? സന്തോഷമായി. അങ്ങനെ ദ്വാപരയുഗമെത്തി. അപ്പൊ കലാവതി എന്ത് ചെയ്തു? കന്യാകുബ്ജ ദേശത്ത് ഫലന്ത രാജാവിൻ്റെ യജ്ഞകുണ്ഠത്തിൽ നിന്നും ആര് ജനിക്കുകയാണ്? കലാവതി ജനിക്കുകയാണ്. ഈ സമയത്ത് സുരഭാനുവിൻ്റെ വീട്ടില് സുചന്ദ്രനുണ്ടല്ലോ, വൃഷഭാനു എന്ന പേരിൽ ജനിച്ചു. ഇവർക്ക് പൂർവജന്മ കഥകൾ അറിയാമായിരുന്നു. അതുകൊണ്ട് ഇതെൻ്റെ പൂർവജന്മത്തിലെ കലാവതിയാണെന്നും കലാവതിക്കാകട്ടെ ഇതെൻ്റെ പൂർവജന്മത്തിലെ സുചന്ദ്രനാണെന്നും മനസ്സിലാവുകയും അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുകയും അവർ വിവാഹം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തു ചെയ്തു? തേജോമയിയായ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ശ്രീരാധയെ വൃഷഭാനുവിൻ്റെ പത്നിയായ കീർത്തിയുടെ ഗർഭത്തിലേക്ക് ശ്രീരാധയെ പ്രവേശിപ്പിച്ചു. കീർത്തിക്ക് ഒരസാമാന്യമായ പ്രകാശം തന്നെ വന്ന് പൊതിയുന്നത് പോലെ തോന്നി. അങ്ങനെ ശ്രീരാധ കാളിന്തി തീരത്തെ നികുഞ്ചത്തിലുള്ള സുന്ദരമായ ഒരു ഭവനത്തിൽ ഭാദ്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അഷ്ടമി തിഥി ചേർന്ന ദിവസം ഈ ഭൂജാതയായി വന്നു. അങ്ങനെ ഗോലോകത്തുനിന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആര് ജനിക്കുന്നത്? ശ്രീരാധ, കൃഷ്ണന്റെ ശ്രീ രാധിക ജനിക്കുന്നത്. ആ സമയത്ത് മേഘാവൃതമാണ് ആകാശം. ആകാശത്ത് നിന്ന് ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി, ദേവതകൾ സ്തുതിഗീതങ്ങൾ പാടി. അതായത് ആരുടെ ദർശനമാണോ ദേവതകൾക്ക് പോലും അപ്രാപ്യമായിട്ടുള്ളത്, ആ ശ്രീരാധ ബ്രഹ്മാവിന് ശാപം കിട്ടാതിരിക്കാൻ, ബ്രഹ്മാവിൻ്റെ വാക്കു പാലിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വരികയാണ്. ഈ സത്യം നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. ദേവന്മാർക്ക് പോലും അപ്രാപ്യമാണ്. ശിവന് പോലും ഗോലോകത്ത് ശ്രീരാധയുടെ അനുവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ കടക്കാൻ പറ്റൂ. ശിവൻ പോലും സംഹാരം നടത്തുന്നത് രാധികാ കവചം ജപിച്ചിട്ടാണ്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നത് രാധികാ കവചം ജപിച്ചിട്ടാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണു ഈ ലോകത്തെ പരിപാലിക്കുന്നത് രാധികാ കവചം ധരിച്ചിട്ടാണ്. അതുപോലെ സാക്ഷാൽ ശ്രീകൃഷ്ണനും രാധികാ കവചം ധരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ചക്രായുധം എന്ന് പറയുന്നതിൻ്റെ ശക്തി തന്നെ ശ്രീരാധയാണ്. ആ ശ്രീരാധ ബ്രഹ്മാവിൻ്റെ വാക്കു പാലിക്കുന്നതിന് വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത്. അല്ലാതെ ഇതിനു മുമ്പ് ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു എന്ന് ഞാൻ കഥ പറഞ്ഞിരുന്നു, ഇല്ലേ? ശ്രീതാമാവിൻ്റെ ശാപം, നീ ഭൂമിയിൽ പോയി ഇത്ര വർഷം ജീവിക്കട്ടെ, അതുകൊണ്ട് വന്നതാണ്. അത് കള്ളക്കഥയാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. അങ്ങനെ കൃഷ്ണന് പോലും പേടിയുള്ള, കൃഷ്ണൻ പോലും ഒരിക്കലും ശപിക്കത്തില്ലെന്നല്ല, കൃഷ്ണന്റെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന രാധാജിയെ കൃഷ്ണന്റെ രോമത്തിന്റെ വിലയില്ലാത്ത ഒരാളി ശപിക്കുക. അല്ലെങ്കിൽ തന്നെ എന്താണ് ഇത് കേട്ടാൽ തന്നെ മറ്റു ജാതിക്കാർക്കൊക്കെ എന്താ തോന്നും? ഈ ദൈവങ്ങൾക്ക് ഇത് തന്നെ പണി, ഹിന്ദു ദൈവങ്ങൾക്ക് ഇരുട്ട വെളുക്ക ഇത് തന്നെ പണി, അങ്ങോട്ട് ശപിക്കുക ഇങ്ങോട്ട് ശപിക്കുക. എന്നിട്ടോ ദൈവത്തിന്റെ ഒരു അംശം പോലും അല്ലാത്തവൻ കയറി അവരുടെ വലിയ ദേവതയെ ശപിക്കുക. അത് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ നാണക്കേടെന്ന് ആലോചിച്ചു നോക്കെ.
കൃഷ്ണന്റെ 10,000-ലൊരംശം ശക്തി ഇല്ലാത്തവൻ കയറി കൃഷ്ണന്റെ ഭാര്യയെ കയറി ശപിക്കുക, കൃഷ്ണന്റെ പ്രിയതമയെ കയറി ശപിക്കുക. ആ ശാപകഥ കള്ളമാണെന്ന് മനസ്സിലായല്ലോ. കൃഷ്ണൻ രാധയെ മറന്നു എന്നതിന് മറ്റുള്ളവർ കെട്ടിച്ചമച്ചതാണ്. യഥാർത്ഥത്തിൽ രാധാറാണി ഭൂമിയിലേക്ക് വന്നതിൻ്റെ സംഗതിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ്, അതിനു വേണ്ടിയാണ്. കാരണം ഈ ബ്രഹ്മാവ് 50 കോടി വർഷങ്ങൾ ശ്രീരാധയുടെ പാദമൊന്ന് കാണാൻ തപസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്രീരാധയുടെ കഠിന ഭക്തനാണ്. തൻ്റെ ഭക്തനൊരു വിഷമം വന്നപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ശ്രീരാധ വരികയും വന്നിട്ട് എന്ത് ചെയ്യുന്നു? കലാവതിക്കും അതേ കണക്ക് തന്നെ വൃക്ഷഭാനുവിനും, അതായത് കീർത്തിക്കും വൃക്ഷഭാനുവിനും പൂർവജന്മം സുചന്ദ്രനും കലാവതിക്കും എന്ത് കൊടുക്കുന്നു? മോക്ഷം കൊടുക്കുന്നു. അപ്പോൾ ശ്രീരാധാറാണിയുടെ യഥാർത്ഥ ജനനകഥ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് കഴിഞ്ഞ വട്ടം നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് വീണ്ടും രാധയുടെ പ്രണയത്തിലേക്ക് കടക്കാം. മുമ്പ് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. രാധാറാണി ഭാനുമതിക്കൊരു വലിയ സമ്മാനം കൊടുക്കും. രാധാഭക്തയായതുകൊണ്ട് തന്നെ ഒരു വലിയ സമ്മാനം കൊടുക്കും. ദുര്യോധനനൊരു ശിക്ഷയും കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് സമയമായി വരികയാണ്. ഇതാ കാശി രാജകുമാരിയും ദുര്യോധനന്റെ പത്നിയുമായ ഭാനുമതി പൂർണ്ണ ഗർഭിണിയാണ്. തൻ്റെ മഞ്ചത്തിലങ്ങനെ അലസയായി കിടക്കുകയാണ് ഭാനുമതി. ഒരു ഒറ്റ ഉടുപ്പ് മാത്രം തൽക്കാലം ധരിച്ചിരിക്കുന്നു. അതീവ സുന്ദരിയാണ്. അവളുടെ മുഖത്ത് അസാധാരണമായ പ്രഭയുണ്ട്. കാശിയിലും ആ ഭാനുമതിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വൃദ്ധ പരിചാരികയുണ്ട്. അവരുടെ പേര് രേഖ എന്നാണ്. ആ രേഖ ഇപ്പോഴും ആരുടെ കൂടെയുണ്ട്? അവർ കാശിയിൽ ഉണ്ടായിരുന്നതാണ്. ദുര്യോധനൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അവരും കൂടെ വന്നു. ആ പരിചാരിക വാത്സല്യത്തോടുകൂടി ഭാനുമതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഭാനുമതിയാകട്ടെ ഒരു സ്വപ്നത്തിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു കിടക്കുകയാണ്. ഭാനുമതി വളരെ വ്യക്തമായി കണ്ടു രാധയെ വ്യക്തമായി കണ്ടു. ഭാനുമതിക്ക് വല്ലാത്ത ഒരു ആശയക്കുഴപ്പവും എന്നാൽ ഒരു സന്തോഷവും തോന്നി. രാധ സ്വപ്നത്തിൽ വന്ന് ചില മുന്നറിയിപ്പുകൾ നൽകി. ദുര്യോധനന്റെ മുന്നിൽ നീ അങ്ങേയറ്റം വിനയവതിയായിരിക്കണം. നിന്റെ സഹായത്തിന് ജലന്ധര ഉടനെത്തുന്നതായിരിക്കും. നിനക്കും ഗോവിന്ദനുമിടയിൽ ഒരു പാലമായി ജലന്ധര ഉണ്ടാകും. നിനക്കെന്തിനും ഏതിനും ഗോവിന്ദൻ കൂടെ ഉണ്ടാകും. ഇത് രാധ തരുന്ന വാക്കാണ്. ഇതാണ് സ്വപ്നത്തിൽ കണ്ടത്. രാധാറാണി പറഞ്ഞു, ഞാൻ നിനക്ക് വാക്ക് തരുന്നു. എൻ്റെ സ്ഥാനത്ത് നിന്ന് ഗോവിന്ദൻ നിനക്കെല്ലാം ചെയ്തു തരും. നീ എൻ്റെ ഭക്തയാണെങ്കിൽ നീ ഗോവിന്ദൻ്റെയും ഭക്തയാണ്. നിനക്കെന്തിനും ഏതിനും ഗോവിന്ദൻ ഉണ്ടായിരിക്കും. അത്രയും ആയപ്പോഴാണ് ആര് കണ്ണു തുറന്നത്? ഭാനുമതി കണ്ണു തുറന്നത്. ഇത് സ്വപ്നമാണോ അതോ സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ രാധ വന്നതാണോ? ഇതിൽ ഏതാണ് സത്യമെന്നറിയാതെ കാശി രാജകുമാരിയും ദുര്യോധനന്റെ പത്നിയുമായ ഭാനുമതി ആകെ വിഷമിക്കുകയാണ്. താൻ കണ്ടത് സ്വപ്നമാണോ, വെറും മനസ്സിന്റെ തോന്നലാണോ, അതോ യഥാർത്ഥത്തിൽ രാധ വന്നതാണോ? എന്തായാലും ഭാനുമതി വളരെ സന്തോഷവതിയാണ്. കാരണം ദുര്യോധനൻ സ്വയംവരത്തിൽ ദ്രൗപദിയെ നേടിയില്ല. സ്വയംവരത്തിൽ ദ്രൗപദിയെ നേടിയിരുന്നു എങ്കിൽ അത് തനിക്ക് എന്ത് മാനക്കേടുണ്ടാക്കുമായിരുന്നു. ഇവിടുത്തെ പട്ടമഹിഷി ദ്രൗപദിയാകുമായിരുന്നു. അപ്പൊ എൻ്റെ ഉദരത്തിൽ വളരുന്ന ഈ കുഞ്ഞിന് രാജ്യാവകാശം കിട്ടുകയുമില്ലായിരുന്നു. മുമ്പേ തന്നെ കൃഷ്ണനും രാധയും തനിക്ക് വാക്ക് തന്നിരുന്നു. ഒരു കാരണവശാലും ദുര്യോധനൻ ദ്രൗപദിയെ വിവാഹം കഴിക്കുകയില്ല.
അവരാ വാക്കു പാലിച്ചിരിക്കുന്നു. രാധയും കൃഷ്ണനും, രാധയും കൃഷ്ണനും, കൃഷ്ണനും രാധയും നാരായണനെ എല്ലാവരും വഴങ്ങുന്നു, എല്ലാവരും വണങ്ങുന്നു. ഗോവിന്ദന് ജരാസന്ധന് പോലും പേടിയാണ്. ഇന്ന് ഈ രാജ്യത്തെ എല്ലാ രാജാക്കന്മാരുടെയും നിയന്ത്രണം ഗോവിന്ദന്റെ കയ്യിലാണ്. പക്ഷേ ആ ഗോവിന്ദന്റെ നിയന്ത്രണം രാധയുടെ കയ്യിലാണ്. അതാലോചിച്ചപ്പോൾ ഒരല്പം അസൂയ ഭാനുമതിക്ക് രാധാറാണിയോട് തോന്നി. എന്തൊരു സ്വാധീനമാണ് രാധയ്ക്ക് കൃഷ്ണനോടുള്ളത്, ഇതെന്തൊരു പ്രണയമാണിത്. ഭാനുമതിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. കൃഷ്ണൻ വേറെ വിവാഹം ചെയ്തു, എന്നിട്ടും രാധ കൃഷ്ണനെ സ്നേഹിക്കുന്നു. ഞാനാകട്ടെ ദ്രൗപദിയെ നേടാൻ ദുര്യോധനൻ പോയപ്പോൾ തന്നെ ആകെ ദുഃഖിതയായി കൃഷ്ണന്റെ കാല് പിടിച്ചു. അതൊരിക്കലും നടക്കരുതെന്ന് പറഞ്ഞു. രാധയുടെ കാല് പിടിച്ചു, അതൊരിക്കലും നടക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ കൃഷ്ണനാകട്ടെ എത്ര വിവാഹം കഴിച്ചിട്ടും രാധയുടെ പ്രണയം കത്തിജ്വലിക്കുകയാണ്, കത്തിജ്വലിക്കുകയാണ്. രാധ വല്ലാത്ത ഒരു പെൺകുട്ടി തന്നെ. രാധയോട് ഒരല്പം അസൂയയും ഒരല്പം ആദരവും ആർക്ക് തോന്നി? നമ്മുടെ ഭാനുമതിക്ക് തോന്നി. എന്നു മാത്രവുമല്ല, രാധാറാണി സ്വപ്നത്തിൽ വന്ന് മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞു. ഗോവിന്ദൻ ഹസ്തിനപുരത്ത് ഉടൻ എത്തിച്ചേരുന്നതാണ്. ഇതൊക്കെ എങ്ങനെയാണ് രാധയ്ക്ക് പറയാൻ പറ്റുന്നത്? ഗോവിന്ദനും രാധയും തമ്മിൽ എന്ത് ബന്ധമാണ് ഇപ്പോൾ ഉള്ളത്? ഗോവിന്ദൻ ഇവിടുന്ന് ദൂതന്മാരെ രാധയ്ക്ക് അയക്കുമോ? അങ്ങനെയാണെങ്കിലും അത് വൃന്ദാവനത്തിൽ എടുക്കാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഗോവിന്ദൻ ഹസ്തിനപുരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് രാധ അറിയുന്നത്? ഗോവിന്ദൻ ദൈവമാണ്, രാധയും ദൈവമായിരിക്കും. ദൈവങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. ഭാനുമതി ഇങ്ങനെ കണ്ണുകളടച്ചു കിടന്നിട്ട് ഭാനുമതി ഇങ്ങനെ കിനാവ് കാണുകയാണ്. ഗോവിന്ദനും രാധയും ഒത്ത് വൃന്ദാവനത്തിൽ താൻ രാസലീലയാടുന്നത് ആ മനക്കണ്ണിൽ അങ്ങനെ കാണുകയാണ്. ഒരു പുഞ്ചിരി ഇങ്ങനെ ഭാനുവിൻ്റെ ചുണ്ടിലിങ്ങനെ വിടരുകയാണ്. ദൈവമേ, കൃഷ്ണനുമൊത്ത് രാസലീലയാടിയ രാധ എന്ത് ഭാഗ്യവതി, ഗോപികമാരെന്ത് ഭാഗ്യവതി. എനിക്ക് എന്നാണ് അതിന് കഴിയുക? ഏത് ജന്മത്താണ് എനിക്കതിന് കഴിയുക? എങ്കിലും കൃഷ്ണനും രാധയും എനിക്ക് ഈശ്വരന്മാർ തന്ന രണ്ട് നിധികളാണ്. അന്ന് ഞാൻ മദ്യപിച്ചു ബോധമില്ലാതെ പൂന്തോട്ടത്തിൽ കിടന്നതാണ്. അവിടെ അങ്ങനെ കിടന്നിരുന്നെങ്കിൽ പിറ്റേന്ന് രാവിലെ വന്ന ആളുകൾ തൻ്റെ നഗ്നത വരെ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തൻ്റെ സ്ഥിതി? തന്നെ ആ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത് സാക്ഷാൽ ഗോവിന്ദനാണ്. ഈശ്വരന്മാരെ, നിങ്ങൾ എനിക്ക് തന്ന സമ്മാനമാണ് ഗോവിന്ദനും രാധയും. രാധ വീണ്ടും ഉറക്കത്തിൽ വന്ന് പറഞ്ഞ കാര്യം ഭാനുമതി ഓർക്കുകയാണ്. ഭാനു, നിനക്ക് കൃഷ്ണന്റെ കയ്യിൽ ഞാൻ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് നീ എൻ്റെ ഭക്തയാണ്. നിനക്ക് കൃഷ്ണൻ തരുന്നതിനേക്കാൾ വലിയ ഒരു സമ്മാനം നിനക്ക് ഞാൻ തരുന്നതാണ്. അതിന് സമയമായി വരുന്നു. അപ്പോൾ ഭാനുമതി ചിന്തിച്ചു, കൃഷ്ണന്റെ കയ്യിൽ എന്ത് സമ്മാനമായിരിക്കും രാധാറാണി കൊടുത്തയച്ചിരിക്കുന്നത്? ഇനി രാധാറാണി കൊടുത്തയച്ച സമ്മാനത്തേക്കാൾ എന്തു വലിയ സമ്മാനമാണ് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? വല്ലാത്ത ഒരു കടങ്കഥയാണ് രാധയും ഗോവിന്ദനും. പെട്ടെന്നൊരു പരിചാരിക പാഞ്ഞു വന്നു. അവര് പറഞ്ഞു, പ്രഭു വരുന്നു, പ്രഭു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മറ്റുള്ളവരെല്ലാം പുറത്തേക്ക് പോയി. വൃദ്ധയായ പരിചാരിക രേഖ മാത്രം അവിടെ ഇരുന്നു. ആ സമയത്ത് ദുര്യോധനൻ വന്നു. ദുര്യോധനനാകട്ടെ ആകപ്പാട് ഭയങ്കര കോപാകുലനാണ്. കാരണം യുധിഷ്ഠിരനെ ഹസ്തിനപുരത്തിന്റെ രാജാവാക്കാൻ തീരുമാനിച്ചു. പഞ്ചപാണ്ഡവരെ കൊന്നു കളയണമെന്ന് കർണനോടും ശകുനിയോടും ദുശാസനോടും ഒക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഇത് പ്രായോഗികമല്ല, ഇപ്പോൾ ഇത് പ്രായോഗികമല്ല. ദുര്യോധനൻ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പിതാവും നിസ്സഹായനാണ്.
ദുശാസനൻ ഭീഷ്മരുടെ അടുക്കൽ ചെന്നു. ഭീഷ്മരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഹസ്തിനപുരത്തിന്റെ രാജാവ് യുധിഷ്ഠിരനാവുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ഹസ്തിനപുരം വിട്ടുപോകും. അപ്പൊ ഭീഷ്മര് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. അതോടുകൂടി ദുര്യോധനൻ കോപിഷ്ഠനായി. ദുര്യോധനൻ ഭീഷ്മ പിതാമഹനെ ധിക്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സാധാരണഗതിയിൽ ഭീഷ്മരെ നമസ്കരിക്കാതെ ആരും പോകാറില്ല. ദുശാസനനും വികർണനും കൂടെയാണ് വന്നത്. വികർണൻ പക്ഷേ നമസ്കരിച്ചു, ദുശാസനൻ നമസ്കരിച്ചില്ല. ദുശാസനൻ വന്ന് ദുര്യോധനോടൊരു കാര്യം പറഞ്ഞു, വളരെ ശ്രദ്ധിക്കണം, നമ്മളൊരു വലിയ പദ്ധതി ഇടുകയാണ്. യുധിഷ്ഠിരനെ രാജാവാക്കാൻ അനുവദിക്കാൻ പാടില്ല ജ്യേഷ്ഠ. ആ പദ്ധതിക്ക് തകിടം മറിക്കാൻ ഒരാൾക്കേ കഴിയൂ, നിങ്ങളുടെ ഭാര്യ ഭാനുമതി. കാരണം ഭാനുമതി കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഭാനുമതി സഹോദര തുല്യമാണ്. കൃഷ്ണന്റെ കാമുകി രാധയ്ക്കാകട്ടെ ഭാനുമതിയെ ജീവനാണ്. ദ്രോണാചാര്യർക്കാകട്ടെ ഭാനുമതി പുത്രിയെ പോലെയാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ, കൃഷ്ണനോട് സംസാരിക്കാൻ ഭാനുവിനെ അനുവദിക്കരുത്. നമ്മുടെ പദ്ധതികൾ തകിടം മറിഞ്ഞു പോകും. അങ്ങനെ ആകപ്പാടെ ദേഷ്യം പിടിച്ചാണ് ദുര്യോധനൻ വരുന്നത്. തൻ്റെ ദേഷ്യം മുഴുവനും ആരോടെങ്കിലും ഒരാളോട് തീർക്കണം. അത് പ്രതികരിക്കാത്ത ഈ പാവം ഭാനുവിനോടായിക്കോട്ടെ എന്ന് കരുതി വന്ന പാടെ പറഞ്ഞു, എന്താ നീ ഇങ്ങനെ ഇവിടെ സുഖിച്ച് കിടക്കുകയാണല്ലോ. നിന്നെ പോലെ ആത്മാർത്ഥതയില്ലാത്തൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ തീ തിന്ന് നിൽക്കുകയാണ്. സകലരും നമുക്കെതിരാണ്, സകലരും നമുക്കെതിരാണ്. അപ്പോൾ ഭാനുമതി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് നമുക്കെതിര്? ആരാണ് നമുക്കെതിര്? ഈ പ്രപഞ്ചം മുഴുവനും എതിരാണ്. അങ്ങനെ പറയരുതേ. ദേ നോക്കൂ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുട്ടി ഒരു യുവധീരന്റെ ചുണക്കുട്ടി. ഇവൻ നാളെ ഹസ്തിനപുരത്തിന്റെ രാജാവാകും. അപ്പൊ ദുര്യോധനൻ ഒന്നും കൂടെ ദേഷ്യം വന്നു. നശിച്ചവളെ, ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഈ കുട്ടി ഹസ്തിനപുരത്തിന്റെ രാജാവാകുമത്രേ. നിനക്കങ്ങ് ആകെ സന്തോഷമാണ്. കാരണം ദ്രൗപദി സ്വയംവരത്തിൽ ഞാൻ പരാജയപ്പെട്ടല്ലോ. ഇവിടെ ഞാൻ രാജാവായാലല്ലേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി രാജാവാകൂ. ഇവിടെ നടക്കാൻ പോകുന്നത് അതൊന്നുമല്ല. ഇവിടെ യുധിഷ്ഠിരനാണ് രാജാവാകാൻ പോകുന്നത്. നിനക്കെന്താണ് അറിയാവുന്നത്? അപ്പോൾ വളരെ ദയനീയമായിട്ട് ആ രാധയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് ഭാനുമതി പറഞ്ഞു, എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടരുതേ. നമ്മുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അത് ബാധിക്കുകയില്ലേ? നമുക്ക് ആ 5 സഹോദരന്മാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാം. അതല്ലേ നല്ലത്. ആ യുധിഷ്ഠിരൻ നല്ല ആളാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് നമുക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല. അപ്പോൾ ദുര്യോധനന് പിന്നെയും കോപമായി. നീ എൻ്റെ ശത്രുക്കളുടെ കൂടെയാണില്ലേ? 5 പേരുമായി പൊരുത്തപ്പെടണമെന്നോ? പറ്റത്തില്ല. ഒരു കാരണവശാലും സാധിക്കുകയില്ല. തരം കിട്ടിയാൽ ആ 5 പേരെയും ഞാൻ വധിക്കും. അപ്പോൾ പറഞ്ഞു, അസാധ്യമാണ് പ്രഭോ അത്. അപ്പൊ ദുര്യോധനന്റെ മുഖം ചുവന്നു. എന്തുകൊണ്ടാണ് അസാധ്യമെന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു, ഒന്ന്, അർജുനനെ ജയിക്കാൻ വലിയ പാടാണ്. നമ്മളെ കൂടെയുള്ള കർണന് പോലും അത് അസാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഗോവിന്ദൻ കൂടെയുണ്ട്. അപ്പൊ ദുര്യോധനൻ തൻ്റെ മുടികൾ പിടിച്ചു പിഴുതു. ഗോവിന്ദൻ, 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 അയാളാണ് ഈ സകല കുഴപ്പത്തിൻ്റെയും കാരണം. എൻ്റെ മുന്നിൽ ഒരു വഴിയും കാണുന്നില്ല. യുധിഷ്ഠിരൻ രാജാവാകാതിരിക്കാൻ ഒരു വഴിയും കാണുന്നില്ല. ഭീഷ്മരാകട്ടെ ഉറച്ചു നിൽക്കുകയാണ് ഇയാളെ യുധിഷ്ഠിരനെ രാജാവാക്കാനായിട്ട്. അപ്പോൾ ഭാനുമതി പറഞ്ഞു, പ്രഭോ, എന്നോട് ദേഷ്യപ്പെടത്തില്ലെങ്കിൽ ഞാനൊരു വഴി കാണിച്ചു തരാം. ആ വഴിയിലൂടെ പോയാൽ നിശ്ചയമായിട്ടും കാര്യങ്ങൾ നടക്കും. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, പരമവിഡിതമായിരിക്കും നീ പറയാൻ പോകുന്നത്. നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ, എങ്കിലും നീ പറ, എന്താണ് ആ വഴി? അപ്പോൾ പറഞ്ഞു, ഞാൻ പറയുന്ന ആ വഴി വളരെ ഉറപ്പുള്ള വഴിയാണ്. പക്ഷേ അങ്ങത് സ്വീകരിക്കണം, സ്വീകരിക്കുക തന്നെ വേണം. പറഞ്ഞു തൊലയ്ക്ക് അസത്തെ, ദുര്യോധനൻ പറഞ്ഞു. അപ്പോൾ ഒരു മന്ത്രം പോലെ ഭാനുമതി പറഞ്ഞു,
ഗോവിന്ദന്റെ സഹായം തേടണം. അങ്ങ് ഗോവിന്ദന്റെ സഹായം തേടണം. ഞാൻ രാധയുടെ സഹായവും തേടാം. ദുര്യോധനൻ പൊട്ടിത്തെറിച്ചു. ദുര്യോധനൻ പറഞ്ഞു, ആ ഇടയ ചെറുക്കന്റെ സഹായമോ, ആ കാലി ചെറുക്കന്റെ സഹായമോ, എൻ്റെ ഏറ്റവും വലിയ ശത്രു അയാളാണ്. ഭീമസേനനേക്കാൾ നികൃഷ്ടനാണ് അയാള്. അയാളെ കുറിച്ച് നീ മിണ്ടിപ്പോകരുത്. അപ്പോൾ ഭാനുമതി പറഞ്ഞു, അങ്ങ് കരുതുന്നത് പോലെയല്ല. ഗോവിന്ദൻ ഒരു വാക്ക് തന്നാൽ തന്നതായിരിക്കും. അങ്ങ് ഗോവിന്ദനെ സമീപിക്കൂ. ഗോവിന്ദൻ എന്നോടും വലിയ കാര്യമാണ്. അങ്ങ് ഗോവിന്ദനെ സമീപിച്ചാൽ ആ കാര്യം ശരിയാകാൻ വേണ്ടി ഞാൻ രാധയോടും പറയാം. രാധ ഗോവിന്ദനോട് പറയും. രാധ പറഞ്ഞാൽ പിന്നെ ഗോവിന്ദൻ ഒന്നുമില്ല. പ്രഭോ, നമ്മുടെ മുന്നിൽ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ. ഗോവിന്ദൻ മാത്രം. അങ്ങ് ഗോവിന്ദനെ അഭയം പ്രാപിക്കൂ. ഇത്രയുമായപ്പോൾ ദുര്യോധനന്റെ സർവ നിയന്ത്രണങ്ങളും വിട്ടു. വൃത്തികെട്ടവളെ, ആസത്തെ, നശിച്ചവളെ, ബുദ്ധിയില്ലാത്തവളെ, എന്തു പറഞ്ഞാലും ഗോവിന്ദൻ 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 ഗോവിന്ദൻ. നീ ഗോവിന്ദനിൽ നിനക്ക് മതിഭ്രമം വന്നിരിക്കുകയാണ്. നീ അങ്ങനെയാണെങ്കിൽ അയാളെ കല്യാണം കഴിച്ച് അയാളെ കൂടെ പോയി താമസിച്ചുകൊള്ളൂ. നീ അയാളുടെ കൂടെ പോയി കിടന്നുകൊള്ളൂ. ഇടിവെട്ടേറ്റതുപോലെ ഭാനുമതി നിന്നു. ആ സമയത്ത് ഉച്ചത്തിലൊരലർച്ചയോടുകൂടി രാധാറാണി ചാടി എഴുന്നേറ്റു. ദുര്യോധന, സമയമായിരിക്കുന്നു ദുര്യോധന. നീ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുന്നു. എനിക്കിടപെടാൻ സമയമായി ദുര്യോധന. അതേ, എന്താണ് ഇവിടെ രാധാറാണി ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് രാധാറാണി ഇവിടെ ഇടപെടാൻ പോകുന്നത്? സ്വന്തം ഭാര്യ ഗോവിന്ദനുമൊത്ത് പോയി ശയിച്ചോ എന്ന് പറഞ്ഞ ദുര്യോധനൻ എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത്? തന്റെ ഭക്തയായ ഭാനുമതിയെ എങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്നത്? കാത്തിരിക്കൂ അടുത്ത ചൊവ്വാഴ്ച വരെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാം.